അങ്ങനെ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വിശന്നിരിക്കുമ്പോഴാണ് ടൂണ വെച്ചിട്ട് ഒരു ഓംലെറ്റ് അടിച്ചാലോ എന്ന് ആലോചിച്ചത്. സിമ്പിളാണ്, അതുപോലെ തന്നെ കിഡിലും ടേസ്റ്റാണ്, ഒരു ഫുൾ മീലാണ്. ആകെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഉണ്ടാക്കാൻ. കുറച്ച് ഒനിയൻ നന്നായിട്ട് ചോപ്പ് ചെയ്യുക. ഇതൊരെണ്ണം കഴിച്ചാൽ വയറ് നിറയും, പിന്നൊന്നും വേണ്ട. ടൊമാറ്റോ ഉണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ കട്ട് ചെയ്യുക. ഇവിടെ ചെറി ടൊമാറ്റോ ആണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ചെറി ടൊമാറ്റോ ആണ് എടുത്തത്. പിന്നെ ഇത് ക്യാൻഡ് ടൂണയാണ്, ഇത് സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് ഈ ഓയിലൊക്കെ മാറ്റി ടൂണ മാത്രമാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഈ ഒനിയനും ടൂണയും ടൊമാറ്റോയും കൂടെ ഒരു ബൗളിലോട്ട് മിക്സ് ചെയ്യുക. ഓൾറെഡി കുക്കായിട്ടുള്ള ഫിഷ് ആയതുകൊണ്ട് ഇതിനധികം വേവൊന്നും ഉണ്ടാവില്ല. കുറച്ച് ഉപ്പിടുക, അതുപോലെ തന്നെ കുറച്ച് പെപ്പർ പൗഡർ ഇടുക. ഡെയിലി ഇങ്ങനെ മാഗി ഓംലെറ്റ് ഒക്കെ മാറി മാറി ഉണ്ടാക്കി മടുക്കുമ്പോഴാണ് ഓരോ ഐഡിയാസ് വരണേ. അങ്ങനെ കാരിഫോർ പോയപ്പോഴാണ് ക്യാൻഡ് ടൂണ ഇരിക്കുന്നുണ്ട്. ആദ്യം പിക്കിൾ പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത്. പിന്നെ കുറച്ചെടുത്തൊരു ഓംലെറ്റ് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഒരു 3 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. വെജിറ്റബിൾസൊക്കെ എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഒക്കെ ആഡ് ചെയ്യാം. ടൂണേൻ്റെ ഫ്ലേക്സൊക്കെ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. ഇവിടെ ആകെ ഈ സോസ് പാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. എനിക്കിഷ്ടമാണ് കോക്കനട്ട് ഓയിലിൻ്റെ ആ ഫ്ലേവർ. കുറച്ച് ഹീറ്റ് ലോ ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും സംഭവം സെറ്റായി കിട്ടും. നല്ല കേക്ക് പോലെ വരും. ഫിഷ് ഓൾറെഡി കുക്കായതുകൊണ്ട് പിന്നെ അധികം വേവാനൊന്നുമില്ല. പിന്നെ മുട്ടയ്ക്ക് അതിന് മാത്രം വേവൊന്നുമില്ലല്ലോ. പിന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക, കഴിക്കുക. കേക്കൊക്കെ പോലെ തോന്നും. നമ്മുടെ മലപ്പുറത്ത് ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ട് അതേപോലെ. പക്ഷേ കിഡിലൻ ടേസ്റ്റാണ്, അടിപൊളി മീലാണ്. ഇത് കഴിച്ചാൽ കുറേ നേരത്തിന് വിശക്കില്ല.